രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ തന്നെ മത്സരിക്കണമെന്ന് സമാജ്വാദി പാർട്ടി. സോണിയാഗാന്ധി മത്സരിക്കാത്തതിനാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകണം എന്നാണ് എസ്.പിയുടെ നിർദ്ദേശം. സമാജ്വാദി പാർട്ടി നിർദ്ദേശം കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ച ചെയ്യും. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർ.കെ., ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് നേടുന്നു എന്നൊക്കെയുള്ളത് കേന്ദ്ര ഭരണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാകുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ എസ്.പിയുമായുള്ള സീറ്റ് ധാരണ എന്നൊക്കെയുള്ളത് ആ തരത്തിൽ കൂടി പ്രധാനപ്പെട്ടതുമാണ് നമുക്കറിയാം. ഇപ്പോൾ എസ്.പി ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഏത് തരത്തിലേക്ക് പരിഗണിക്കപ്പെടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ പേരൊക്കെ ഒരു ഘട്ടത്തിൽ റായ്ബറേലിയിൽ കേട്ടിരുന്നല്ലോ. അനുജ, ഈ പ്രിയങ്ക ഗാന്ധിയുടെ പേര് കോൺഗ്രസിൽ ഇപ്പോഴും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇത് സമാജ്വാദി പാർട്ടിയുടെ നിർദ്ദേശമാണ്. കാരണം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുമ്പോൾ ഉത്തർപ്രദേശിൽ വലിയ നേട്ടം BJP പ്രതീക്ഷിക്കുന്നു. രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർത്തണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഉചിതമാകും എന്ന വിലയിരുത്തലാണ് സമാജ്വാദി പാർട്ടി നടത്തുന്നത്. ഓരോ സീറ്റും ഉത്തർപ്രദേശിൽ ഏറെ നിർണായകം, 80 സീറ്റുണ്ടെങ്കിലും ഓരോ സീറ്റും നിർണായകം എന്ന രീതിയിലേക്ക് മത്സരിക്കണം എന്ന നിർദ്ദേശമാണ് എസ്.പി മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് കോൺഗ്രസിൽ നിന്ന് നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി തന്നെ അമേത്തിയിൽ മത്സരിക്കണം എന്ന് എസ്.പി താല്പര്യപ്പെടുന്നു. അഥവാ അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ സാധ്യതയില്ലെങ്കിൽ, അമേത്തിയിലെ ഒരു സാഹചര്യം നമുക്കറിയാം, രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ അവിടെ ഒരു മത്സരമില്ലാതെ സ്മൃതി ഇറാനിക്ക് വീണ്ടും ഒരു ടേം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ മത്സരിക്കണം എന്ന് അവർ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ അതിന് കോൺഗ്രസ് തയ്യാറല്ലെങ്കിൽ റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ ഉറച്ച സീറ്റ് എന്ന് പറയുന്ന സോണിയാഗാന്ധി കഴിഞ്ഞ തവണയും വിജയിച്ച ഏക സീറ്റിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത് ഉത്തർപ്രദേശിൽ. ആ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന താല്പര്യമാണ് ഇപ്പോൾ എസ്.പി നേതൃത്വം വെച്ച് പുലർത്തുന്നത്. അവർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള വ്യക്തത അഥവാ തീരുമാനം എന്താണ് എന്നത് ദേശീയ നേതൃത്വം ചർച്ച ചെയ്തതിനു ശേഷം അറിയിക്കാം എന്നാണ് സമാജ്വാദി പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. ഈ സീറ്റുകളുടെ ധാരണയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഈ സമാജ്വാദി പാർട്ടിയും തമ്മിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറാൻ പോകുന്നത് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചാൽ, റായ്ബറേലിയിൽ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചാൽ അദ്ദേഹം കേരളത്തിൽ മത്സരിക്കില്ല എന്നുള്ളതാണ്. ഇത്തവണ രാഹുൽ ഗാന്ധി ഒറ്റ സീറ്റിലെ മത്സരിക്കൂ എന്ന തീരുമാനം നേരത്തെ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് വളരെ നിർണായകമായിരിക്കും. സമാജ്വാദി പാർട്ടി പറയുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ പോയി മത്സരിച്ചാൽ അത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തെറ്റായിട്ടുള്ള സന്ദേശം നൽകുന്നതാണ്. അതുകൊണ്ട് കൂടി ഉത്തർപ്രദേശിൽ മത്സരിക്കണം എന്ന നിർബന്ധമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ ഈ നിർദ്ദേശത്തിന് പിന്നിൽ മറ്റ് ചില ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ഉണ്ട്. അനുജ, സമാജ്വാദി പാർട്ടിയാണ് പ്രധാനമായും ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതായത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണം. ഉത്തർപ്രദേശിലെ റായ്ബറേലി, സോണിയാഗാന്ധി കഴിഞ്ഞ 25 വർഷമായി മത്സരിച്ച് വിജയിച്ച റായ്ബറേലിയിൽ ഇക്കുറി രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം എസ്.പി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നേതൃത്വം ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യും എന്നാണ് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്.